ഹലോ, ഇതാണ് പത്മനാഭപുരം കൊട്ടാരം. നമ്മൾ ഈ കൊട്ടാരം ചുറ്റിക്കാണാൻ പോവാം. ഇതേ കണ്ടോ 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 നമ്മളിത് ചുറ്റി കാണാൻ പോവാണ്. ഇനി നമുക്ക് ശരിക്കും ഇതൊന്ന് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോയത് പത്മനാഭപുരം കൊട്ടാരത്തേക്കാട്ടോ. ഇവിടെയാണ് നമ്മുടെ നാഗവല്ലിയുടെ പല സീൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു വരാന്തയൊക്കെ അതിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫീൽ ചെയ്തിട്ടുള്ളതല്ല, കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് ഈ ഒരു വരാന്തയും കാര്യങ്ങളൊക്കെ. ഈ പത്മനാഭപുരം കൊട്ടാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ചെറിയ കൊട്ടാരമൊന്നുമല്ല, ഇത് ബ്ലങ്കാവ് കൊട്ടാരമാണിത്. എന്തൊരു വലുപ്പമാണെന്നറിയോ? ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ വലിയ വലിയ പടികളും വലിയ വലിയ വരാന്തകളും വലിയ വലിയ തൂണുകളും വലിയ നീളമുള്ള മുറികളും എങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. കിച്ചണാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര വലുപ്പമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നടന്ന് ഒരു വഴിയായെന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊട്ടാരമായിരുന്നേ, പറയാതിരിക്കാൻ വയ്യ. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. ഒരുപാട് നടക്കാനുണ്ടായിരുന്നെങ്കിൽ കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നാഗവല്ലി ഡാൻസ് കളിച്ച സ്ഥലം. ആ കണ്ടതാണ് ആ പാട്ടിൻ്റെ ഇടയിൽ അവരെത്തി നോക്കിയില്ല, അവർ 3 പേരും നാഗവല്ലി കളിക്കണം. ആ 3 ഓട്ടയാണ് അത് കണ്ടത് കേട്ടോ. പിന്നെ അതിനുശേഷം അവിടെ ഇങ്ങനെ കുറേ എക്സിബിഷൻ്റെ സാധനങ്ങൾ, എക്സിബിഷനല്ല, അവിടുത്തെ പഴയ സാധനങ്ങൾ, അതായത് വാള്, പരിച, അവർ യൂസ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓടി നടന്ന് കണ്ട് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഒരു സെൽഫി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി, ടാറ്റാ.